ഓൺ എയർ വന്നാലും അല്ലെങ്കിൽ ഓഫ് എയർ ആണെങ്കിലും നമ്മൾ സംസാരിക്കുകയാണ് ഈ സിനിമ എമ്പുരാൻ തന്നെ ആയിരിക്കും നമ്മുടെ ആവേശം എന്ന കാര്യം സംശയമില്ല. അമേരിക്കയിലേക്ക് പോകണം. നമ്മൾ നേരത്തെ പറഞ്ഞ അമേരിക്കയിൽ എമ്പുരാൻ ആവേശമാണ്. സ്ക്രീൻ അതെ, ഒന്ന് ആലോചിച്ച് നോക്കും. 300 സ്ക്രീൻ, 300 ഷോ. അമേരിക്കയാണ്, കേരളമല്ല. അമേരിക്കയിൽ എമ്പുരാൻ ആവേശമാണ്. തിയേറ്റർ തുറന്ന് പ്രത്യേക ഷോ നടത്തിയാണ് വരവേൽപ്പ്. ന്യൂജേഴ്സിയിലെ ആവേശമുണ്ട്. ന്യൂജേഴ്സിയിൽ ഫാൻസിന്റെ ആവേശം നമുക്കായി റോഷൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് എത്തിച്ചിട്ടുണ്ട്. റോഷൻ, താങ്ക് യു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം വളരെ പെട്ടെന്ന്. ലൂസിഫറിൻ്റെ സ്റ്റീഫൻ നെടുമല്ലിൽ നിന്നും എബ്രഹാം ഖുറൈഷിലേക്കുള്ള യാത്ര ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം, സിനിമയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, ഇവരെന്താണ് ഈ മൂവിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന്. വളരെ പ്രതീക്ഷയാണ് ഈ മൂവിയെ പറ്റി. ഒത്തിരി പ്രതീക്ഷയാണ്. അത് ലൂസിഫർ കണ്ടത് തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. സ്റ്റീഫൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ശിവൻ്റെ വഴികളും കാര്യങ്ങളൊക്കെ ഒന്നറിയാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കുന്നു. വളരെ എക്സൈറ്റഡ് ആണ്. ഇത്രയും തണുപ്പുള്ള സമയത്താണെങ്കിൽ കൂടി വളരെ നേരത്തെ ആളുകൾ ഫാമിലിയായി അവരുടെ കുട്ടികളും അവർ ഫാമിലി ആയിട്ടാണ് ഈ ഷോയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവരോട് ചോദിക്കാം, ഇവർ എന്താണ് എമ്പുരാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന്. എമ്പുരാൻ ഒരു അടിപൊളി മൂവിയാന്ന് വിചാരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഈ മൂവി? ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ലൂസിഫർ കഴിഞ്ഞ് ഉള്ള മൂവിയാ, അതിന്റെ ഒരു തുടർച്ചയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇറ്റ്സ് കൺസേണിങ് എ റിയൽ പ്രോബ്ലം ലൈക്ക് നാർക്കോട്ടിക്സ്. സോ all of us are going to be all of us are very excited and we want to see Mohanlal, our superstar Mohanlal ki jai. Yeah, Mohanlal. Okay. You are there. യെസ്, താങ്ക് യു റോഷൻ, താങ്ക് യു സോ മച്ച്. കാരണം എന്താണെന്നറിയോ, ഇത് നമ്മൾ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആളുകൾ ചോദിക്കുക എന്തിനാ ഈ ഹൈപ്പ് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അമേരിക്കയിൽ നമ്മൾ 7 കടലും കടന്നെന്നൊക്കെ പറയുന്ന മാതിരി 7 കടലും കടന്ന് അപ്പുറത്ത് ചെല്ലുമ്പോഴും ഇതേ ആവേശമാണ്. ചെറിയ തിയേറ്റർ, അത് നമ്മുടെ സാധാരണ ചെറിയ തിയേറ്ററാണ്. അത് കുത്തി തുറന്ന് അകത്ത് കയറുന്നതാണ്. കുത്തി തുറന്ന് മോഹൻലാലിനെ കാണാൻ ഇറങ്ങി.